കോൺസ്റ്റന്റിനോപ്പിളിൻ്റെ പതനവും ഇസ്താൻബുളിൻ്റെ ഉദയവും. 5-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ തുടർച്ചയായ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ചരിത്രത്തെക്കുറിച്ചാണ് ബൈസാൻഡിയൻ സാമ്രാജ്യത്തിന് നമ്മോട് പറയാനുള്ളത്. കോൺസ്റ്റന്റൈൻ ഒന്നാമൻ്റെ വരവോടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും കിഴക്ക് റോമൻ പ്രവിശ്യയിൽ ബൈസാൻഡിയൻ സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയും വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. CE 324 ബൈസാൻഡിയൻ നഗരം ആ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി അറിയപ്പെട്ടു. 330 കോൺസ്റ്റന്റൈൻ ബൈസാൻഡിയൻ നഗരത്തെ തൻ്റെ പേരുമായി ബന്ധിപ്പിച്ച് കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് നാമകരണം ചെയ്തു. ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പൂർണ്ണാധികാരത്തോടെ സ്ഥാപിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ തന്നെ സാമ്രാജ്യമായിരുന്നു ഇത്. ക്രിസ്ത്യൻ അധിനിവേശങ്ങൾ മൂലം റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനമുണ്ടായപ്പോൾ അവിടെയുള്ള നിരവധി ലൈബ്രറികളും ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടുവെങ്കിലും ബൈസാൻഡിയ ഈ സംസ്കാരങ്ങളെ ഒരു പരിധിവരെ സംരക്ഷിക്കുകയും യൂറോപ്യൻ സംസ്കാരവുമായി കൂട്ടിയോജിപ്പിക്കുകയും ചെയ്തു. CE 537 ബൈസാൻഡിയൻ രാജാവായ ജസ്റ്റീനിയൻ തൻ്റെ സാമ്രാജ്യത്തിന് മോടി കൂട്ടുവാനെന്നോണം ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രതീകമായ ഹഗിയ സോഫിയ എന്ന ദേവാലയം നിർമ്മിച്ചത്. തുടർന്ന് അദ്ദേഹം തൻ്റെ രാജ്യവിസ്താരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇക്കാലത്ത് ബൈസാൻഡിയ ഏറെ പ്രൗഢവും സമ്പന്നവുമായ ഒരു രാഷ്ട്രമായിരുന്നു. 5-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ പല അയൽ രാജ്യങ്ങളുമായും മറ്റും ബൈസാൻഡിയയ്ക്ക് ചെറിയ ചെറിയ യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. ബൈസാൻഡിയയും സെസാനിയയും തമ്മിൽ 602 മുതൽ 628 വരെ നീണ്ടുനിന്ന യുദ്ധങ്ങൾ രാജ്യത്തിൻ്റെ വിഭവങ്ങളെ ചെറിയ തോതിലെങ്കിലും ശുഷ്കിപ്പിച്ചിരുന്നു. തുടർന്ന് 629 മുതൽ 1050 വരെയുള്ള വർഷങ്ങളിൽ തുടർച്ചയായ അറബ് അധിനിവേശങ്ങൾക്കാണ് ബൈസാൻഡിയ സാക്ഷ്യം വഹിച്ചത്. ഇക്കാലത്ത് ഓരോ തവണയും ചില പ്രവിശ്യകൾ അവർക്ക് നഷ്ടമാവുകയും അവർ അത് തിരിച്ചു പിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 630 അറേബ്യയുടെ കരുത്ത് വർദ്ധിച്ചതോടെ ബൈസാൻഡിയയ്ക്ക് തങ്ങളുടെ സമ്പന്ന പ്രവിശ്യയായ ഈജിപ്റ്റ്, സിറിയ തുടങ്ങിയവ നഷ്ടമായതാണ് അതിൽ പ്രധാനപ്പെട്ടത്. 674 മുതൽ 678 വരെയുള്ള സമയത്ത് വീണ്ടും കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചെടുക്കാൻ അറേബ്യ ശ്രമിച്ചെങ്കിലും ഗ്രീക്ക് ഫയറിൻ്റെ സഹായത്തോടെ അറേബ്യയെ ബൈസാൻഡിയ തറപറ്റിച്ചു. CE 800 ചാർലി മാഗ്നിൻ റോമൻ മാർപ്പാപ്പയായ കാലം ബൈസാൻഡിയൻ സാമ്രാജ്യത്തിൻ്റെ പ്രാധാന്യം കുറച്ച് അസ്തമിച്ച സമയമായിരുന്നു. തുടർന്ന് CE 867 മുതൽ 1058 വരെയുള്ള കാലം ബൈസാൻഡിയയ്ക്ക് സമൃദ്ധമായ കാലമായിരുന്നു. അക്കാലത്ത് ബേസിൽ രണ്ടാമൻ്റെ ഭരണത്തിന് കീഴിൽ തങ്ങളുടെ സാമ്രാജ്യത്തിലേക്ക് നിരവധി ഭൂമി കൂട്ടിച്ചേർക്കാൻ അവർക്കായി. 1071 നടന്ന മൻസിക്കർട്ട് യുദ്ധത്തിൽ ഇവർക്ക് അനറ്റേലിയ നഷ്ടമാവുകയും തുർക്കി അധിനിവേശകർക്ക് അവിടെ സ്ഥിരമായ ഒരു താവളത്തിന് വഴിയൊരുങ്ങുകയും ചെയ്തു. അതേ തുടർന്ന് 12-ാം നൂറ്റാണ്ടിലുണ്ടായ കൊമേനിയൻ റെസ്റ്റോറേഷനിലൂടെ കോൺസ്റ്റന്റിനോപ്പിൾ യൂറോപ്പിലെ സമ്പന്ന രാജ്യങ്ങളിലൊന്നായി വളർന്നു. പക്ഷേ 1203 പരിശുദ്ധ ഭൂമിക്കായി നടന്ന 4ാമത് കുരിശുയുദ്ധം കോൺസ്റ്റന്റിനോപ്പിൾ നഗരത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കൂനിന്മേൽ കുരുവെന്നോണം വന്ന 1347 പ്ലേഗ് 2/3 ഭാഗം ജനസംഖ്യയെ ആ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കി. തുടർന്ന് 1402 തുർക്കിയിൽ നിന്നുമുള്ള ഇസ്ലാമിക അധിനിവേശം കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചടക്കാൻ യുദ്ധം ചെയ്തെങ്കിലും അവർ പരാജയപ്പെടുകയായിരുന്നു. 1422 പുതിയ ഭരണാധികാരിയായ മുറാദിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ശ്രമിച്ചെങ്കിലും ഒട്ടോമൻ സാമ്രാജ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവം മൂലം അത് നടന്നില്ല. അങ്ങനെ 1430 നടന്ന യുദ്ധത്തിൽ തുർക്കി ബൈസാൻഡിയയിലെ തെസ്സലോണിക്ക എന്ന പ്രദേശത്തെ പൂർണ്ണമായും CE
1449 കോൺസ്റ്റന്റൈൻ 11 അധികാരമേൽക്കുന്നത്. അതേ തുടർന്ന് 1451 മെഹമ്മദ് II തുർക്കിയുടെ സുൽത്താനായി അവരോധിക്കപ്പെട്ടു. അതോടെ കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചടക്കാനുള്ള അന്തിമ യുദ്ധങ്ങൾക്ക് കളമൊരുങ്ങുകയായി. ബോസ്ഫോറസ് നദിയുടെ കരയിൽ കോൺസ്റ്റന്റിനോപ്പിളിനെ സുഖമായി നിരീക്ഷിക്കുവാൻ പാകത്തിനുള്ള കോട്ടകൾ പണിയുകയായിരുന്നു വെറും 19 വയസ്സ് മാത്രമുള്ള മെഹമ്മദ് ആദ്യം തന്നെ ചെയ്തത്. ഈ കോട്ട 1452 ആഗസ്റ്റ് മാസത്തോടെ പൂർത്തിയായി. ശേഷം 1453 ജനുവരിയിൽ മെഹമ്മദ് ഹംഗറിയിൽ നിന്നും അതിഭീകര പ്രഹരശേഷിയുള്ള പീരങ്കികൾ ഉണ്ടാക്കാൻ കൽപ്പന നൽകി. മാർച്ച് മാസത്തോടെ ഈ പീരങ്കികൾ സ്ഥലത്തെത്തി. 1453 ഏപ്രിൽ 5 മെഹമ്മദ് രാജ്യാതിർത്തിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് 6 നഗരത്തെ ആക്രമിക്കാൻ പടയാളികൾ ആരംഭിച്ചു. പീരങ്കികളെല്ലാം പുകൾപെറ്റ കോൺസ്റ്റന്റിനോപ്പിൾ പ്രതിരോധ മതിലുകളിലേക്ക് തിരിഞ്ഞത് 1453 ഏപ്രിൽ 12 1453 ഏപ്രിൽ 18 രാത്രി യുദ്ധമായിരുന്നു. തുടർന്ന് ഏപ്രിൽ 20 ജനീവയിൽ നിന്നെത്തിയ ക്രിസ്ത്യൻ പടക്കപ്പലുകൾ കടൽ യുദ്ധത്തിൽ തുർക്കിക്ക് വ്യാപക നാശമുണ്ടാക്കി. ഇടയിൽ കോട്ടയ്ക്കുള്ളിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച തുർക്കി പരാജയപ്പെട്ടു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിലായി ജയവും തോൽവിയും മാറി മാറി കൊടുമ്പിരി കൊണ്ട യുദ്ധങ്ങൾക്ക് കോൺസ്റ്റന്റിനോപ്പിൾ സാക്ഷ്യം വഹിച്ചു. പക്ഷേ യൂറോപ്പിൽ നിന്നും ഭക്ഷണം അഭ്യർത്ഥിച്ചു പോയ കപ്പലുകൾ ലക്ഷ്യം കാണാതെ മടങ്ങിയതോടെ കോൺസ്റ്റന്റിനോപ്പിളിൻ്റെ പരാജയവിധി സുനിശ്ചിതമായി. 1453 മെയ് 25 നഗരത്തിലിറങ്ങിയ കനത്ത മൂടൽമഞ്ഞിനെ കോൺസ്റ്റന്റിനോപ്പിൾ ദുരന്ത സൂചകമായി വ്യാഖ്യാനിച്ചു. മെയ് 26, 27 ദിവസങ്ങളിൽ കോൺസ്റ്റന്റിനോപ്പിളിൻ്റെ കിടങ്ങുകൾ മുഴുവൻ വെടിമരുന്നുകൾ കൊണ്ട് നിറച്ച് തുർക്കി കോൺസ്റ്റന്റിനോപ്പിളിൻ്റെ പരാജയം ഉറപ്പാക്കി. 1453 മെയ് 28 ഇരുഭാഗത്തിനും പ്രാർത്ഥനയുടെ ദിനമായിരുന്നു. കോൺസ്റ്റന്റൈൻ വിശുദ്ധ ദേവാലയമായ ഹഗിയ സോഫിയയിൽ തൻ്റെ അവസാനത്തെ പ്രാർത്ഥന നടത്തി. ശേഷം യുദ്ധത്തിനൊരുങ്ങി. മെയ് 29 രാത്രി 1 മണിക്കാണ് തുർക്കി കോൺസ്റ്റന്റിനോപ്പിളിന് മേൽ ചാടി വീണത്. അവർ സുരക്ഷാവാതിലുകൾ തകർത്തു. അതുവരെ രക്ഷകരായി നിന്ന ക്രിസ്ത്യൻ നൈറ്റ്സ് നഗരം വിട്ട് പലായനം ചെയ്തു. തുടർന്ന് രാജാവായ കോൺസ്റ്റന്റൈൻ കൊല്ലപ്പെട്ടതോടെ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അന്ത്യമായി. അന്നുച്ചയോടെ സുൽത്താൻ മെഹമ്മദ് തൻ്റെ കുതിരപ്പുറത്തേറി വിശുദ്ധ ദേവാലയമായ ഹഗിയ സോഫിയ സന്ദർശിച്ചു. അങ്ങനെ സഹസ്രാബ്ദങ്ങളോളം നീണ്ടുനിന്ന യുദ്ധപരമ്പരകൾ മുഴുവൻ തുർക്കിയുടെ കാൽച്ചുവട്ടിലേക്ക് ഒതുങ്ങിക്കൂടി. തുടർന്ന് 1453 മുതൽ 1822 വരെ ഇസ്താൻബുൾ എന്ന പുതുപേരോടെ കോൺസ്റ്റന്റിനോപ്പിൾ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി മാറി. ഇന്നും ഇസ്താൻബുൾ തുർക്കിയിലെ പ്രമുഖ പട്ടണങ്ങളിൽ അഗ്രിമസ്ഥാനത്ത് തന്നെയാണ്. ഇവിടെ ഭരിക്കുന്നവർ ലോകാധിപതികളാകും എന്നൊരു വിശ്വാസം ബൈസാൻഡിയ ഭരിച്ചവരും ഇന്ന് ഇസ്താൻബുൾ ഭരിക്കുന്നവരും വെച്ചു പുലർത്തുന്നു എന്നുകൂടി ഓർക്കുന്നത് ഈ അവസരത്തിൽ രസകരമായിരിക്കും. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. നന്ദി.